പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ യൂണിറ്റ് 1 ആണ്. തിയറി പോർഷനാണ് നമ്മൾ ഈ ഓഡിയോക്കകത്ത് നോക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചറാണ്. സോ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഓറൽ ട്രഡീഷൻ വഴി, അതായത് ഫോക്ക് ടെയിൽ വഴി, നാടോടി കഥകൾ വഴി, നാടോടി പാട്ട് വഴി, ബാലഡ്സ് വഴി, മിത്തുകൾ വഴി അല്ലെങ്കിൽ മിത്തിക്കൽ സ്റ്റോറീസ് വഴിയാണ് പോപ്പുലർ ലിറ്ററേച്ചർ രംഗത്തേക്ക് കടന്നു വരുന്നത് ലിറ്ററേച്ചറിൻ്റെ. അപ്പോൾ ഈ സ്റ്റോറീസ് എന്ന് പറയുന്നത് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയും എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയും ഈ കൾച്ചറൽ ഹെറിറ്റേജ് പാസ് ഡൗൺ ഓരോ ജനറേഷനിൽ നിന്ന് ഓരോ ജനറേഷനിലോട്ടോ അല്ലെങ്കിൽ ഓരോ ആളുകളിൽ നിന്ന് ഓരോ ആളുകളിലോട്ട് പാസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് ഈ സ്റ്റോറീസ്. അപ്പം പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻവെൻഷൻ 15th സെഞ്ച്വറിയിൽ, അതായത് ഗുട്ടൻബർഗ് പ്രിൻറ്റിംഗ് പ്രസ് റവല്യൂഷനൈസ് ചെയ്തപ്പോൾ തൊട്ട് ബുക്സിൻ്റെ ആക്സസിബിലിറ്റി കൂടി. അപ്പോൾ പോപ്പുലർ ലിറ്ററേച്ചർ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറേ ഓഡിയൻസിൽ അങ്ങോട്ട് വൈഡറായിട്ട് റീച്ച് ആവാൻ തുടങ്ങി. ആൻഡ് ഡ്യൂറിങ് 18th and 19th സെഞ്ച്വറിയിൽ അങ്ങനെ ലിറ്ററസി റേറ്റ് കൂടുകയും അർബനൈസേഷനും കൂടി ലിറ്ററേച്ചറിനെ അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്താണ് അഫോർഡബിൾ ആക്കി മാറ്റി, അല്ലെങ്കിൽ ലിറ്ററേച്ചറിനുള്ള ഡിമാൻഡ് കൂട്ടി. അപ്പോൾ കുറേ പീരിയോഡിക്കൽസും പിന്നെ അതുപോലെ തന്നെ എന്താണ് സീരിയലൈസ്ഡ് നോവൽസും ഒക്കെ കോമൺ ആവാൻ തുടങ്ങി. അങ്ങനെയാണ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ചാൾസ് ഡിക്കൻസും എന്താണ് ഈ സീരിയലൈസ്ഡ് ഫോമിൽ നോവൽസൊക്കെ ആദ്യം എഴുതാൻ തുടങ്ങിയത്. 20th സെഞ്ച്വറി ആൻഡ് ബിയോണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ, റേഡിയോ, ടെലിവിഷൻ ഇതൊക്കെ പോപ്പുലർ ലിറ്ററേച്ചറിന് ഒരുപാട് അഡാപ്റ്റേഷൻസ് നൽകി. ആൻഡ് ഡിജിറ്റൽ മീഡിയ ആണെങ്കിലും ഇ ബുക്സ് ആണെങ്കിലും ലിറ്ററേച്ചറിനെ ഗ്ലോബലി ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള വഴിയൊരുക്കി. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജോണർ എന്താണ്, സബ് ജോണർ എന്താണ്. ജോണേഴ്സ് എന്ന് പറയുന്നത് ലിറ്ററേച്ചറിനെ തീംസ്, ഓഡിയൻസ്, സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക് വെച്ചിട്ട് ലിറ്ററേച്ചറിനെ കാറ്റഗറൈസ് ചെയ്യുന്നൊരു കാര്യമാണ് ജോണർ. അപ്പോൾ കോമൺ ജോണർ എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചറിലെ കോമൺ ജോണർ എന്ന് പറയുമ്പോൾ ഫിക്ഷൻ ഉണ്ട്, നോൺ ഫിക്ഷൻ ഉണ്ട്, പോയട്രി ഉണ്ട്, ഡ്രാമയുണ്ട്. ഇനി സബ് ജോണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് കാറ്റഗറീസ് വിത്തിൻ ജോണർ. ജോണറിൽ തന്നെ സ്പെഷ്യൽ കാറ്റഗറീസിനെയാണ് നമ്മൾ സബ് ജോണർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിക്ഷൻ്റെ സബ് ജോണറുകളാണ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, റൊമാൻസ്, ത്രില്ലർ, ഹൊറർ നോവൽസ്, മിസ്റ്ററി. ഇതൊക്കെ ഫാൻറ്റസി സബ് ജോണേഴ്സാണ്. പിന്നെ അർബൻ ഫാൻറ്റസി, ഡാർക്ക് ഫാൻറ്റസി, എപ്പിക് ഫാൻറ്റസി എന്നിങ്ങനെയുള്ള കാറ്റഗറീസ്. പിന്നെ സ്കൈഫൈ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ സബ് ജോണേഴ്സ് ആണ്. ഹാർഡ് സ്കൈഫൈ ഉണ്ട്, അതായത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സയൻസ് ഉണ്ട്. സോഫ്റ്റ് സ്കൈഫൈ ഉണ്ട്, അതായത് സ്പെക്യുലേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ടുള്ളതും ഉണ്ട്. പിന്നെ നോൺ ഫിക്ഷൻ സബ് ജോണേഴ്സ് ഉണ്ട്, അതായത് ബയോഗ്രഫീസ് ഉണ്ട്, എസ്സേസ് ഉണ്ട്, ഈ സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ജോണേഴ്സ് ആണെങ്കിലും സബ് ജോണേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് വെച്ചിട്ടും സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചും അതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഫോക്ക് ടെയിൽസ് ആണ്. ഫോക്ക് ടെയിൽസ് എന്ന് പറയുമ്പോൾ ഓറലി ട്രാൻസ്മിറ്റഡ് സ്റ്റോറീസ്, വാമൊഴിയായിട്ട് വന്നിട്ടുള്ള സ്റ്റോറീസിനെയാണ് നമ്മൾ ഫോക്ക് ടെയിൽസ് എന്ന് പറയുന്നത്. അതൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ അല്ലെങ്കിൽ വാല്യൂസിനെ കുറിച്ചാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബ്രേവറി വരുന്നുണ്ട്, ഗ്രീഡ് വരുന്നുണ്ട്, കൈൻഡ്നെസ് വരുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അല്ലെങ്കിൽ ട്രിക്കറി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തീംസ് ആയിട്ട് വരുന്നത്. അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആയിരിക്കും ആൻഡ് സമയവുമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫോക്ക് ടെയിൽസ് ബിഗിൻ ചെയ്യുന്നത് വൺസ് അപ്പോൺ എ ടൈം, ഒരിടത്തൊരിടത്ത് ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും. അപ്പം സ്ഥലവും പ്ലേസും കറക്റ്റായിട്ട് മെൻഷൻ കാണത്തില്ല. മോറൽ ലെസൺസ്, നമുക്കൊരു കൈൻഡ് ഓഫ് മോറൽ ഉപദേശങ്ങൾ തരാൻ വേണ്ടിയുള്ളതായിരിക്കും മിക്കവാറും ഉള്ള ഫോക്ക് ടെയിൽസ്. എക്സാമ്പിൾസ് എന്നാണെന്നുണ്ടെങ്കിൽ ക്ലവർ റാബിറ്റ്, നമ്മുടെ എന്താണ് ആമയും മുയലും തമ്മിലുള്ള ആ ഒരു ഓട്ടപ്പന്തയം ഉണ്ടല്ലോ, അതൊക്കെയെന്ന് വെച്ചാൽ ഫോക്ക് ടെയിൽസ് ആണ് കേട്ടോ. ദ ക്ലവർ റാബിറ്റിൻ്റെ അത് എന്തിനെ കാണിക്കുന്ന ഫോക്ക് ടെയിലാണ്, വിറ്റിനെയും അല്ലെങ്കിൽ അതായത് ബുദ്ധിയാണ് ഏറ്റവും കൂടുതൽ, ബുദ്ധിയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടുതൽ സ്ട്രെങ്ത്തിനെക്കാട്ടിലും. അതാണ് ആമയും മുയലും തമ്മിലുള്ള ആ ഒരു സ്റ്റോറി കാണിക്കുന്നത്. അതിനെ ദ ക്ലവർ റാബിറ്റ് എന്നുള്ള സ്റ്റോറിയാണ്. ദെൻ ഈ ഫോക്ക് ടെയിൽസ് വഴിയാണ് ട്രഡീഷൻസ് അല്ലെങ്കിൽ ബിലീവ്സ് ഇതിനെയൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അടുത്തത് ഫെയറി ടെയിൽസ് ആണ്. ഫെയറി ടെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ മാജിക്കൽ ക്രീച്ചേഴ്സിനെ കുറിച്ച്, ഈ എൻചാൻറ്റ്മെൻറ്റ്സിനെ കുറിച്ച്, അതായത് പെർട്ടിക്കുലർലി ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത് ദേ ആർ എയിംഡ് അറ്റ് ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം മാജിക്കൽ എലിമെൻറ്റ്സ് ഒരുപാട് കാണും, അതായത് വിച്ചസ്, വിസാർഡ്സ്, ഫാരീസ്, ടോക്കിംഗ് ആനിമൽസ് ഒക്കെ കാണും. പിന്നെ മോറൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഗുഡിനാണ് എപ്പോഴും ഈവിളിനെ മേളിൽ ട്രയംഫ് കിട്ടുന്നത്, അതായത് ഗുഡാണ് എപ്പോഴും ജയിക്കുന്നത് ഈവിളിനെക്കാട്ടിലും. പിന്നെ അതിനകത്ത് വരുന്ന റിക്കറിങ് ആയിട്ടുള്ള തീംസ് അല്ലെങ്കിൽ മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർമേഷൻ കാണും. നമ്മളിപ്പോൾ ഈ ഫ്രോഗ് രാജാവായ കഥയൊക്കെ, ഒരു രാജകുമാരനായ കഥയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ട്രാൻസ്ഫർമേഷൻസ് ഉണ്ട്. പിന്നെ കേഴ്സസ്, ശാപം കിട്ടിയ കഥകളൊക്കെ ഉണ്ട്, സിൻഡ്രല്ലയുടെ കാര്യങ്ങൾ. മറ്റേ പിന്നെന്താണ്, ക്വസ്റ്റ് വരുന്നുണ്ട്. ക്വസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള കുറേ ജേർണീസ് വരുന്നുണ്ട്. എക്സാമ്പിൾ സിൻഡ്രല്ലയുണ്ട്. പിന്നെ ഹാൻസൽ ആൻഡ് ഗ്രീറ്റൽ കറേജിനെയും ഇൻ്റലിജൻസിനെയും കാണിക്കുന്ന ഒരു ഫെയറി ടെയിലാണ്.
അപ്പോൾ ഒരുപാട് ഫെയറി ടെയിൽസിനെ മൂവീസും പ്ലേസും ബുക്സും ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസ്നി ഫിലിംസിനകത്ത് മൊത്തം മിക്കവാറും ഉള്ളതെല്ലാം എന്താണ് ഫെയറി ടെയിൽസ് അഡാപ്റ്റ് ചെയ്ത് മൂവി ആക്കിയതാണ്. നെക്സ്റ്റ് വൺ ബാലഡ്സ് ആണ്. ബാലഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് പോംസ് അല്ലെങ്കിൽ സോങ്സ് ആണ്. അത് സ്റ്റോറി പറയുന്ന പോംസിനെയും സോങ്സിനെയാണ് നമ്മൾ ബാലഡ്സ് എന്ന് പറയുന്നത്. ബാലഡ്സ് ഓറലിയാണ് മിക്കവാറും ഉള്ളത് പാസ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ സിമ്പിൾ ആൻഡ് ലിറിക്കൽ ലാംഗ്വേജിലായിരിക്കും. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ലൈൻസ് അല്ലെങ്കിൽ ഫ്രേസസ് കാണും. ലവ്, ബിട്രയൽ, അഡ്വഞ്ചർ അല്ലെങ്കിൽ ട്രാജഡി ആയിരിക്കും തീംസ് ആയിട്ട് വരുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ദ ബാലഡ് ഓഫ് റോബിൻ ഹുഡ്, അതൊക്കെയെന്ന് വെച്ചാൽ ബാലഡ്സിന് എക്സാമ്പിളാണ്. അത് ഹീറോയിസത്തിനെയും ജസ്റ്റിസിനെയും കാണിക്കുന്നു. പിന്നെ ട്രാജിക് ലവ് സ്റ്റോറി ബാലഡ്സും ഉണ്ട്. അത് മെഡീവൽ യൂറോപ്പിലാണ് ബാലഡ്സ് പോപ്പുലറായിട്ടിരുന്നത്. പിന്നെ സ്റ്റിൽ ഇറ്റ് ഇസ് പോപ്പുലർ ഇൻ മ്യൂസിക് ആൻഡ് പോയട്രി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൊമാൻസസ് ആണ്. റൊമാൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫോക്കസ്ഡ് ഓൺ ലവ്, റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ജേർണീസ്. ഇമോഷണൽ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തിനെ കാണിക്കുന്നു. ഹാപ്പി അല്ലെങ്കിൽ കുറച്ച് ബിറ്റർ സ്വീറ്റ് എൻഡിങ്സിനെ കാണിക്കുന്നു. പിന്നെ റൊമാൻസിനകത്ത് വരുന്ന സബ് ജേണേഴ്സാണ് ഹിസ്റ്റോറിക്കൽ റൊമാൻസ് ഉണ്ട്, അതെന്ന് വെച്ചാൽ പാസ്റ്റിലുള്ള ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറി. കണ്ടംപററി റൊമാൻസ് ഉണ്ട്, അത് മോഡേൺ ടൈംസിൽ. കണ്ടംപററി റൊമാൻസിന് എക്സാമ്പിളാണ് ദ നോട്ട് ബുക്ക് എന്നുള്ള ഫിലിം. ഓക്കെ, പിന്നെ പാരനോർമൽ റൊമാൻസ് ഉണ്ട്, അതാണ് സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് ഒക്കെയുള്ള റൊമാൻസ്. എക്സാമ്പിൾ നമ്മുടെ ട്വൈലൈറ്റ് സീരീസ് ഒക്കെ ഉണ്ടല്ലോ അത്. അതെ. പീരിയോഡിക്കൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? പീരിയോഡിക്കൽസ് എന്ന് വെച്ചാൽ മാഗസീൻസ്, ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ജേർണൽസ് റെഗുലർ ഇൻ്റർവെൽസിൽ പബ്ലിക്കേഷൻ ചെയ്യുന്നതിനെയാണ് പീരിയോഡിക്കൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് സീരിയലൈസ്ഡ് നോവൽസ്, എസ്സേസ് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് വരാം. പിന്നെന്താണ്, അത് ലിറ്ററി എക്സ്പെരിമെൻസിനൊക്കെ നമുക്കൊരു പ്ലാറ്റ്ഫോമാണ് ഈ സീരിയൽ എന്താ പറയുക പീരിയോഡിക്കൽസ് എന്ന് പറയുന്നത്. മോഡേൺ ഡേ എക്സാമ്പിൾസ് ഓഫ് പീരിയോഡിക്കൽസ് എന്ന് പറയുമ്പോൾ ദ ന്യൂയോർക്കർ ഉണ്ട്, ദ ടൈംസ് മാഗസിൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ദ ടാറ്റ്ലർ, സ്പെക്ടേറ്റർ. 18th സെഞ്ച്വറിയിലെ അഡിസൺ ആൻഡ് സ്റ്റീൽ എന്നുള്ള റൈറ്റേഴ്സിൻ്റെയാണ് പീരിയോഡിക്കൽസ് ആയിട്ടുള്ള ദ ടാറ്റ്ലർ, TATLER, സ്പെക്ടേറ്റർ. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ക്രൈം, മിസ്റ്ററി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനെ ചുറ്റിപ്പറ്റിയുള്ളൊരു ജോണറാണ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു സെൻട്രൽ ഡിറ്റക്റ്റീവ് ഫിഗർ കാണും, ഒരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഡിറ്റക്റ്റീവ് കാണും. ലോജിക്കൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും മിസ്റ്ററീസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. ഒരുപാട് ട്വിസ്റ്റ് കാണും, സസ്പെൻസ് കാണും. ഫേമസ് വർക്ക്സ് ആൻഡ് റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഷെർലക് ഹോംസ് എഴുതിയിട്ടുള്ള ആർതർ കോണൻ ഡയൽ, പിന്നെ എന്താണ് അഗാഥ ക്രിസ്റ്റിയുടെ നോവൽസ്, അതായത് ഹെർക്യൂൾ പോയിറട്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിറ്റക്റ്റീവാണ് അഗാഥ ക്രിസ്റ്റിയുടെ. പിന്നെ നമുക്ക് മോഡേൺ ഇതാണെന്നുണ്ടെങ്കിൽ ദ ഗേൾ വിത്ത് എ ഡ്രാഗൺ ടാറ്റു എന്നുള്ളതും ഒരു മോഡേൺ രീതിയിലുള്ള ഡിറ്റക്റ്റീവ് ഫിക്ഷനാണ്. സയൻസ് ഫിക്ഷൻ അഥവാ സ്കൈഫൈ എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവ് സയൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പം സ്പെക്കുലേറ്റീവ് സയൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇതുവരെ നടന്നിട്ടില്ല, നമ്മളിങ്ങനെ ആലോചിച്ച് ഇമാജിനേറ്ററി ആയിട്ടുള്ള രീതിയിലും പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് കോൺസെപ്റ്റുകൾ, അതായത് ഫ്യൂച്ചറിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നതായിട്ടുള്ളത്. തീംസ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ടെക്നോളജി, സ്പേസ് എക്സ്പ്ലോറേഷൻ, ഇതൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ സയൻസിനെ കുറിച്ചും അതിൻ്റെ പ്രോഗ്രസിനെ കുറിച്ചുള്ള എത്തിക്കലായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിൽ ചോദിക്കും. അതായത് ഈ സയൻസ് എക്സ്പെരിമെൻറ്റ് നല്ലതാണോ ചീത്തയാണോ, ഇതുകൊണ്ടുണ്ടാകുന്ന ലാഭങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം സ്കൈഫൈക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവൽ എന്ന് പറയുന്നത് ബ്രേവ് ന്യൂ വേൾഡ് ആണ്, ആൽഡസ് ഹക്സ്ലിയുടെ. ഓക്കെ, പിന്നെ സ്കൈഫൈ മൂവീസ് ഒരുപാടുണ്ട്. മറ്റേ ഏലിയൻ മൂവീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്കൈഫൈയുടെ കുറേ അല്ലാതുള്ള മൂവീസ് കുറേ വന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും എക്സാമ്പിളായിട്ട് എഴുതാം. പിന്നെ ഫാൻറ്റസി നോവൽസ് ആണ്. ഫാൻറ്റസി ഫിക്ഷൻ എന്ന് പറയുന്ന മാജിക്കൽ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, അത് ഇമാജിനറി വേൾഡിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. മിത്ത്, ലെജൻഡ്, ഫോക്ലോർ ഇൻസ്പയർഡ് ആയിരിക്കും. മാജിക്കൽ ഒരുപാട് പ്രൊഫസീസ്, മാജിക്കൽ പ്ലേസസ്, മാജിക്കൽ എന്താ പറയുക എലിമെൻറ്റ്സ് ഒരുപാട് കാണും. എക്സാമ്പിൾ ദ ലോർഡ് ഓഫ് ദ റിങ്സ് ബൈ JRR ടോക്കീൻ. പിന്നെ ഇതെന്താണ് മാജിക്കൽ, ഇതിന് എക്സാമ്പിളാണ്. പിന്നെ നമ്മുടെ മാജിക്കലിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതൊക്കെ എഴുതാം, ഗെയിം ഓഫ് ത്രോൺസ് എഴുതാം, പിന്നെ നമ്മുടെ ഇതെഴുതാം, ഹൗസ് ഓഫ് ദ ഡ്രാഗണൊക്കെ മാജിക്കലായിട്ടുള്ള ഫിക്ഷനാണ്. ഓക്കെ, പിന്നെ ഹൊറർ എന്ന് പറയുമ്പോൾ ഏത് വരും? ഫിയർ അല്ലെങ്കിൽ സസ്പെൻസ് നമ്മുടെ മൈൻഡിൽ ഇവോക്ക് ചെയ്യുന്നതാണ് ലിറ്ററേച്ചറാണ് ഹൊറർ. എക്സാമ്പിൾ സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഒക്കെ കാണും. അപ്പം ഹൊററിൽ തന്നെ 2 ജോണറുണ്ട്, ഗോതിക് ഹൊററും ഉണ്ട്, സൈക്കോളജിക്കൽ ഹൊററും ഉണ്ട്. സൈക്കോളജിക്കൽ ഹൊററിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ മെൻ്റൽ ഫിയർ അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഉണ്ടാക്കുന്നതാണ്. എക്സാമ്പിൾ ദ ഷൈനിങ് എന്നുള്ളൊരു മൂവിയുണ്ട്. പിന്നെ ഗോതിക് ഹൊറർ എന്ന് പറയുമ്പോൾ ഫ്രാങ്കൻസ്റ്റീൻ പോലെയുള്ളത് എക്സാമ്പിളാണ്, നോവലാണ് ഫ്രാങ്കൻസ്റ്റീൻ. അത് സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ആയിരിക്കും. പിന്നെ അടുത്തത് ചിക്ക് ലിറ്ററേച്ചർ. ചിക്ക് ലിറ്ററേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഈ നമ്മൾ പിന്നെ എന്താ പറയുക
ചില റൊമാൻസ് പ്ലസ് കോമഡി മൂവീസൊക്കെ ഉണ്ടല്ലോ, അത് ഈ ചിക്ക് ലിറ്ററേച്ചറിനകത്ത് വരും. മിക്കവാറും ചിക്ക് ലിറ്ററേച്ചറിലെ ബുക്സാണ് അത് ഇപ്പോൾ സിനിമയാക്കുന്നത്. ചിക്ക് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ റൊമാൻസ്, ഹ്യൂമറസ് സ്റ്റോറീസ് കാണും. മോഡേൺ വിമനിൻ്റെ സ്റ്റോറീസ് ആയിരിക്കും അതൊക്കെ. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ പ്രൊട്ടാഗണിസ്റ്റുകളായിരിക്കും. റൊമാൻസ്, കരിയർ, ഫ്രണ്ട്ഷിപ്പ്, സെൽഫ് ഡിസ്കവറി ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ദ ഡെവിൾ വെയേഴ്സ് പ്രാഡ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. പിന്നെ ബ്രിഡ്ജറ്റ് ജോൺസിൻ്റെ ഡയറി എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അതായത് നമ്മുടെ ബ്രൈഡ് വാർസ് എന്നുള്ള മൂവി, ഇതൊക്കെയെന്ന് വെച്ചാൽ റൊമാൻറ്റിക് ചിക്ക് ലിറ്ററേച്ചറിനകത്ത് വരുന്നതാണ്. ഓക്കെ. പിന്നെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, അത് സ്പെസിഫിക്കലി ഫോർ ചിൽഡ്രൻ ആണ്. എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും. സിമ്പിൾ നറേറ്റീവ്സ് ആയിരിക്കും. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഇമേജറി ആയിരിക്കും. മൊറാലിറ്റി, അഡ്വഞ്ചർ, ഇമാജിനേഷൻ, ഇതൊക്കെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ ബൈ C.S. ലൂയിസിൻ്റെ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. അതിൻ്റെ മൂവിയുണ്ട്. പിന്നെ മെറ്റിൽഡ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്, അത് റൊവാൾഡ് ഡാലിൻ്റെയാണ്. ഇപ്പോൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിക്കും ലേണിങ്ങിനും വേണ്ടിയുള്ളതാണ്. പിന്നെ കാർട്ടൂൺ അല്ലെങ്കിൽ കോമിക് സ്ട്രിപ്സ്, അതെന്ന് വെച്ചാൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആർട്ട് അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആയിട്ടുള്ള ആർട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് വെച്ചിട്ടുള്ളത്. ഹ്യൂമർ ഉണ്ട്, സറ്റർ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഫാൻറ്റസി ഉണ്ട്. പിന്നെ ഗ്രാഫിക് നോവൽസൊക്കെ കാർട്ടൂൺ അല്ലെങ്കിൽ കോമിക് സ്ട്രിപ്സിനകത്ത് വരുന്നതാണ്. സ്പൈഡർമാൻ കോമിക്സ്, സൂപ്പർമാൻ, അതൊക്കെ ബാറ്റ്മാൻ, ഇതൊക്കെ കോമിക് സ്ട്രിപ്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് യൂണിറ്റ് 1 അല്ലെങ്കിൽ മൊഡ്യൂൾ 1 പോപ്പുലർ ലിറ്ററേച്ചറിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത്.